സുഭാഷ് സുഭാഷ് 1 2 3 4. അപ്പൊ നമ്മുടെ ഇന്ന് ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സ്വസ്തി. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഉപ്മാവാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ എനർജി ഡ്രിങ്കാണ് ഇത്, ജീരക കാപ്പി. എന്നും രാവിലെ ഇത് കുടിച്ചാണ് തുടക്കം. അങ്ങനെ കാപ്പിയും കുടിച്ച് രാവിലെ തന്നെ അടുക്കളയിൽ പോരിനിറങ്ങി. Take some vendakas, cut small pieces. Take onion, cut small pieces. Put china chatti, put it in the adupu. Put some coconut oil, put some kadugumanis, little karvepulas, kadugavara. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫുഡാണ് ഉപ്മാവ്. പക്ഷേ കുറേ പേർക്ക് ഉപ്മാവ് ഇഷ്ടമേ അല്ല. എന്താണാവോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുമുണ്ട്. പക്ഷേ എൻ്റെ കുറേ ഫ്രണ്ട്സ് അവർ കഴിക്കാറേ ഇല്ല ഈ ഉപ്മാവ്. പിന്നെ ഉപ്മാവിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. റവ ഉപ്മാവ്, അരി ഉപ്മാവ്, ഗോതമ്പ് ഉപ്മാവ്, അവിലുപ്മാവ്, സേമിയ ഉപ്മാവ്, അങ്ങനെ പലവിധ ഉപ്മാവുകളുണ്ടല്ലോ. ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് റവ ഉപ്മാവാണ്, എൻ്റെ ഫേവറേറ്റ്. അത് പറഞ്ഞപ്പോഴാണ് ഒരു വെറൈറ്റി ഉപ്മാവുണ്ട്, കല്ലുപ്മാവ്. എൻ്റെ ഫ്രണ്ട് കൃഷ്ണയുടെ ഫേവറേറ്റ് ഫുഡാണത്. തൃശ്ശൂർ മാത്രം കണ്ടുവരുന്നൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ഈ പേര് കേട്ടപ്പോൾ എന്താണിത്, കല്ലുകൊണ്ടാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ വിചാരിച്ചായിരുന്നു. എന്തായാലും സാധനം എന്താണെന്ന് അറിയാൻ നെക്സ്റ്റ് ടൈം ഞാൻ കൃഷ്ണയുടെ വീട്ടിൽ പോയാൽ ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കടുകും ചുവന്നമുളകും വറുത്ത എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക് ഇതിങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇടണം. അതിനുശേഷം അത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മളിനി റവ ചേർക്കണം. നമുക്കിവിടെ 3 പേർക്കാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ അതുകൊണ്ട് ഒരു ചെറിയ കപ്പ് നിറയെ റവയാണ് എടുത്തേക്കുന്നത്. നമ്മളിവിടെ വറുക്കാത്ത റവയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഉള്ളിയുടെയും ക്യാരറ്റിൻ്റെയും ഒക്കെ കൂട്ടത്തിലിട്ട് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഉപ്മാവ് കാണുമ്പം ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് സ്കൂൾ കാലമാണ്. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വല്ല ക്യാമ്പിനോ പ്രോഗ്രാമിനോ ഒക്കെ സ്കൂളിന് പുറത്തേക്ക് പോകുമ്പം നമുക്ക് മിക്കവാറും ഫുഡായിട്ട് കിട്ടുന്നത് ഉപ്മാവാണ്. അത് ആ ചൂടോടെ ഇലയിൽ പൊതിഞ്ഞ് ചായയുടെ കൂട്ടത്തിൽ തരും. എന്തൊരു ടേസ്റ്റായിരുന്നു അത്. അതിപ്പോഴും ആ ടേസ്റ്റ് എൻ്റെ നാവിൽ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഈ വറുത്ത ഉപ്മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കുക്ക് ചെയ്യാനായി അടുക്കള കയറി. ഉപ്മാവാണ് അന്നത്തെ മെനു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി. അടിപൊളിയായിരുന്നു, കാണാനൊക്കെ അടിപൊളി ലുക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു. ആദ്യത്തെ സ്പൂൺ വായിൽ വെച്ചപ്പോഴേ മനസ്സിലായി ഞാനതിൽ ഉപ്പിടാൻ മറന്നുപോയി. അതുകൊണ്ടെന്താ, അതേ പിന്നെ ഞാൻ അവിടുത്തെ അടുക്കളയിൽ കുക്ക് ചെയ്യാനായി കയറേണ്ടി വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ അവരാരും സമ്മതിച്ചില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഉപ്പ് മുഖ്യം മികിലേ. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളം ചേർക്കണം. നമ്മൾ 1 കപ്പ് റവയാണ് എടുത്തത്, അതുകൊണ്ട് 2 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴേക്ക് നമ്മുടെ സുടുസുടാ ഉപ്മാവ് റെഡി ആയിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും കൂടെ ചേർക്കുന്നതോടുകൂടെ ശുഭം. അങ്ങനെ ഉപ്മാവ് കുക്കിങ്ങൊക്കെ ഏകദേശം ഫിനിഷ് ആയപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞു പറമ്പിൽ മാങ്ങ വീണിട്ടുണ്ടാവും, ഞാനത് എടുക്കാൻ പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞങ്ങളും കൂടെ വരാം. നിവേദക്ക് ഞങ്ങളുടെ പഴയ കളിസ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത്. അവിടെ ഇപ്പം മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ ഇവിടെ പണ്ട് ഞങ്ങൾക്കൊരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരുപാട് നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണിത്. അങ്ങനെ കുറച്ച് നൊസ്റ്റു അടിച്ച് മാങ്ങയൊക്കെ പെറുക്കി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങൾ ഉണ്ടാക്കിയ ടേസ്റ്റി ഉപ്മാവ് കഴിച്ചുകൊണ്ട് പഴയ കഥയൊക്കെ അയവിറക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.